വിഷയത്തിലും A+ തോലിക്കാൻ 100% ആർക്കും വർക്ക് ചെയ്യുന്ന 7 സ്റ്റെപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മറന്നു പോകും. പിന്നെ അത് പിന്നെയും പോയി പഠിക്കണം. അങ്ങനെ കുറെ സമയം പോകും. ഇത് ഉറപ്പാക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മെയിൻ പോയിന്റ് ഒന്നും ഒരു ബുക്കിൽ എഴുതിയേ വെക്കല്ലേ. അങ്ങനെ എഴുതി വെച്ച പരീക്ഷ തലേന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. ഇത്രോ സമയം കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് വേണ്ട. സ്റ്റെപ്പ് 2, ഒന്നാമത് നമുക്ക് 1-2 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. ഇനി അത് പിന്നെ മോശമാക്കി നമ്മൾ പ്രാന്ത് ഇളക്കാൻ വേണ്ടി എന്തോരം സോഷ്യൽ മീഡിയ അഡൽട്ട് കണ്ടന്റ് തോന്നാൻ പറ്റുമോ അത്രയും തോന്നണം. SSLC നമ്മൾ തൊലച്ചിരിക്കും. ഇനി ഒരു ഇമ്പോർട്ടന്റ് ബോണസ് ടിപ്പ്, മെഡിറ്റേഷൻ ചെയ്യായിരുന്ന ഇത് കുറെ കൂടെ പൊട്ടിയാക്കാം. സ്റ്റെപ്പ് 3, ഒന്നാമത് നമുക്ക് പഠിക്കാൻ മടിയാ. അതിനിടെ ഈ ചാനൽ ആ ചാനൽ പ്രീവിയസ് ഇയർ PDF അങ്ങനത്തെ എല്ലാം കൊട്ടി കുഴക്കണം. എക്സാമിനറോ സൈലോ എജുപോട്ടോ പോലുള്ള ഏതെങ്കിലും ഒറ്റ ചാനൽ അവർ തന്നെ എല്ലാം തരുന്നുണ്ടെങ്കിലും അത് പഠിക്കില്ലേ. പിന്നെ എങ്ങനെ നമ്മൾ പരീക്ഷ തോൽക്കും? സ്റ്റെപ്പ് 4, പഠിക്കുന്ന ഏറ്റവും പാടാക്കാൻ 2 വഴിയുണ്ട്. അത് മാത്രമല്ല ശ്രദ്ധ തെറ്റാണ് ബെസ്റ്റ് വഴിയാണിത്. 1, പാട്ട് കേൾക്കാതെ പഠിക്കണം. 2ാമത്തെ വഴി, പഠിക്കുന്നതിന് മുമ്പും പിന്നെ ബ്രേക്ക് എടുക്കുമ്പോഴും ചുമ്മാ ഇരുന്നോ കിടന്നോ റെസ്റ്റ് എടുക്കില്ലേ. ആ സമയത്തും ബ്രെയിനെ ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യണം. പഠിപ്പിക്കാൻ എങ്ങനെ? ഷോർട്സ് റീൽസ് കാണണം. സ്റ്റെപ്പ് 5, പഠിക്കുമ്പോൾ നല്ലോണം ഉറക്കം വരാൻ വേണ്ടി മൂക്ക് മുട്ട നല്ല ഹെവി ഫുഡ് അടിച്ചിട്ട് പഠിക്കണം. ഈ പരീക്ഷ തോൽക്കാൻ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും 7 മണിക്കൂർ ഉറങ്ങാനേ പാടില്ല. ഇനി കുറെ നേരം പ്രൊക്കാസിനേറ്റ് ചെയ്ത് വായും പൊളിച്ചിരിക്കാൻ എന്ത് ചെയ്യും നമ്മൾ? ഇതിന് വഴിയുണ്ട്. സ്റ്റെപ്പ് 6, ഏതാ പഠിക്കേണ്ടത് കറക്റ്റ് പ്ലാൻ ഇല്ലാതിരിക്കണം. അവസാനം അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി അതും ഇല്ല ഇതും ഇല്ല അങ്ങനെ മൊത്തം നശിപ്പിക്കാം. ഇനി ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, ഇത് സ്കിപ്പ് ചെയ്താൽ എല്ലാം ചീറ്റ് പോകും. സ്റ്റെപ്പ് 7, 3 പാർട്ടായിട്ടാണ് ഈ സ്റ്റെപ്പ്. 1, മൂഡോ മോട്ടിവേഷനോ ഉള്ളപ്പോൾ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അല്ലാത്തപ്പോൾ ഒന്നും പഠിക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് ബോണസ് സ്റ്റെപ്പ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോഫി കുടിച്ച പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും കോഫി കുടിക്കാൻ പാടില്ല, അല്ലെ കുറെ കുടിച്ച് അതിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കണം.